ഇത്രയും കാലമായിട്ട് അമ്മയിൽ ഇലക്ഷനും ഒക്കെ നോർമൽ പ്രൊസീജിയേഴ്സ് പോലെ നടന്നുകൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തവണത്തെ ഇലക്ഷൻ മാത്രം ഇത്രയും ചർച്ചാ വിഷയമാവുന്നത്? അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മത്സരിക്കാൻ വന്നു, വിവാദങ്ങൾ കാരണം ഈ അമ്മയിലെ അംഗങ്ങൾ തന്നെ പറഞ്ഞു ഇവർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തൊക്കെയാണ് നടക്കുന്നത്? അതിന്റെ കാരണം എന്താ പറയുക, അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ കാരണം എന്താ വെച്ചാൽ, ഇപ്പം മോഹൻലാലിന് നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും എഗൻസ്റ്റ് ആയിട്ട് നിൽക്കും. നമുക്ക് സാധിക്കില്ല, മനസ്സുകൊണ്ട് സാധിക്കില്ല. കാരണം മഹാനായ ഒരു നടൻ, അയാൾ എല്ലാ ത്യാഗങ്ങളും സഹിച്ചിട്ടാണ് ഈ പോസ്റ്റിൽ ഇരിക്കുന്നത്. അയാൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? മമ്മൂട്ടിക്ക് ആവശ്യമുണ്ടോ? സുരേഷ് ഗോപിക്ക് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അമ്മ കൊണ്ട് അവർക്ക് ആവശ്യമില്ല. അവർ പിന്നെ ഇതിനകത്ത് പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് അമ്മ എന്ന സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പാവപ്പെട്ടവർക്ക് എല്ലാ മാസവും കാശെത്തിക്കണം. ഇതാണ് അവരുടെ സംഘടന. അപ്പൊ അതിന് മോഹൻലാലും മമ്മൂട്ടിക്കും സുരേഷ് ഗോപി പോലുള്ള ആൾക്കാർക്ക് അത് പറ്റുള്ളൂ. അപ്പൊ മോഹൻലാൽ എന്ന വ്യക്തി കഴിഞ്ഞ 2 ടേമിലും നിന്നതിന്റെ കാരണം വെച്ചാൽ ഞാനെങ്കിലും നിൽക്കട്ടെ. ഇത്ര തിരക്കുള്ള ഒരു മനുഷ്യനുള്ള അയാള് ഒരു ദിവസം പോലും അവർക്ക് നിൽക്കാനില്ല. എങ്കിൽ കൂടി അയാൾ അവിടെ അമ്മയുടെ മീറ്റിങ്ങിന് വരും, ഈ എല്ലാ മാസത്തെ മീറ്റിങ്ങിന് വരും. മനസ്സിലായില്ല? അങ്ങനെ വരുന്നു. അപ്പോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ഇത് വരാൻ കാരണം വെച്ചാൽ മോഹൻലാൽ മാറിയപ്പോൾ ആ പൊസിഷനിലേക്ക് വരാനും മറ്റുള്ള പൊസിഷനിലേക്ക് വരാനും ഇങ്ങനെ ആർത്തിയോടെ കാത്തിരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാം 74 നോമിനേഷൻസ് ആണ് കൊടുത്തത്. പണ്ട് നോമിനേഷൻ ഇല്ല. ലാലാണെന്ന് പറഞ്ഞാൽ വാക്ക് ഓവറാണ്. മനസ്സിലായില്ലേ? ആ സമയത്ത് കാരണം എന്ന് വെച്ചാൽ പലർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമുക്ക് എന്തോ ആയിക്കൂടാന്നുള്ളത്. അങ്ങനത്തെ ഒരു 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 തെറ്റായ ഒരു ഗ്രീഡാണ്, ഒരു കൊതി, ഒരു ആർത്തിയാണ് ഇങ്ങനെ വന്നത്. ഞാനും കൊടുക്കും എനിക്കെന്താ കുഴപ്പം എന്ന് പറയുന്നത് കൊടുത്തിട്ട് അതാണ്. അങ്ങനെ കൊടുത്തപ്പോൾ എന്തായി? ക്ലാഷ് വന്നു, കോമ്പറ്റീഷൻ, അൺഹെൽത്തി കോമ്പറ്റീഷൻ വന്നു. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഈ ലാലേട്ടൻ ശരിക്കും എന്തുകൊണ്ടാണ് അപ്പൊ റിസൈൻ ചെയ്തതിന്റെ കാരണം എന്താണ്? ലാല് ഇതിന്റെ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഈ ഹേമ കമ്മീഷൻ പുറത്തു വന്നല്ലോ. പുറത്തു വന്ന സമയത്ത് ഈ മാധ്യമക്കാർ മുഴുവനും ലാലിനെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ അമ്മയുടെ അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ മറ്റ് സംഘടനകൾ ഉണ്ടെങ്കിലും ഹേമ കമ്മീഷൻ എല്ലാവരും കാണിച്ചിട്ടുണ്ട്, ആർട്ടിസ്റ്റുകൾ മാത്രമല്ല. അപ്പോ ലാലാണ് നിൽക്കല്ലേ, ഒരു 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 നിറഞ്ഞു നിൽക്കുന്ന മാവിന്റെ നിൽക്കുന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. നമുക്ക് അവിടെ അങ്ങോട്ട് കല്ലെറിയാം. ഇതാണ് അവർ വിചാരിച്ചത്. അങ്ങനെ ലാലിനങ്ങ് പിടിച്ചു. ലാലന്റെ മേലേക്ക് അനാവശ്യമായ ചോദ്യങ്ങൾ കൊടുത്ത് ഇയാള്, ഞാൻ കാണാൻ ലാലിങ്ങനെ പറയുന്നുണ്ട്, എന്നെ എന്തിനാണ് ഇങ്ങനെ ആക്കുന്നത്? ഇന്നലെ വരെ നമ്മളോടൊപ്പം നിന്നവരൊക്കെ ഇന്ന് എന്തിനാണ് എന്നെ കുറ്റം പറയുന്നത്? അന്ന് മുതൽ തുടങ്ങിയതാണ് ലാലിന്റെ വേദന. അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളിങ്ങനെ സംസാരം മധ്യേ പറഞ്ഞു, ഞാൻ എന്തിനാണ് ഇത് അനുഭവിക്കുന്നത്? എനിക്ക് എന്ത് ഗുണമുണ്ട് ഇതുകൊണ്ട്? എനിക്ക് എന്ത് ഗുണമുണ്ട്? ഈ പരാതികൾ മുഴുവനും എൻ്റെ തലയിൽ വന്നും വീഴുകയാണ്. മാധ്യമക്കാരും പ്രേക്ഷകരും എന്നെ നോക്കിയിട്ടാണ് ചിരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. എനിക്കിതിന്റെ വേണ്ട. അമ്മയുടെ അധ്യക്ഷനായതുകൊണ്ടാണല്ലോ ഇത് ചോദ്യം വരുന്നത്. ആ അധ്യക്ഷ സ്ഥാനം എനിക്ക് വേണ്ട. ഈ സാഹചര്യമാണ് പ്രശ്നം. ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ചേട്ടനാകുമ്പോൾ എല്ലാ അഭിപ്രായങ്ങളും തുറന്നു പറയും, അത് കേൾക്കാനും ആളുകളുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന സാന്ദ്ര തോമസിന്റെ വിഷയമാണ്. സാന്ദ്ര തോമസ് കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞതുകൊണ്ട് മമ്മൂക്ക സാന്ദ്ര തോമസിനെ വിളിച്ചു പറഞ്ഞു ഇതിൽ നിന്ന് പിന്മാറണം. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിരുന്നോ സാന്ദ്ര തോമസ് പറഞ്ഞത്? എനിക്ക് തോന്നുന്നില്ല, അത് നുണയാണ്. കാരണം വെച്ചാല് മമ്മൂട്ടി ഒരിക്കലും അങ്ങനെ പറയില്ല. മമ്മൂക്ക ഈ അഭിപ്രായങ്ങളിൽ നിന്ന് പിന്മാറുന്നത് മാത്രമല്ല, അതുകൊണ്ട് ആ സാന്ദ്ര തോമസിന്റെ സിനിമയിൽ നിന്ന് പോലും പിന്മാറി എന്നാണ് പറയുന്നത്. വിശ്വസിക്കുന്നുണ്ടോ അത്? കാരണം വെച്ചാൽ മമ്മൂട്ടി എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പിന്മാറണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. കാരണം മമ്മൂട്ടിനും മോഹൻലാലിനും ഒക്കെ വളരെ അടുത്ത് അറിയുന്നവരാണ്. അവരുടെ ക്യാരക്ടർ എന്താണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവർ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാരണവശാലും മമ്മൂട്ടിയോ ഫോർ ദാറ്റ് മാറ്റർ മോഹൻലാലോ ഒരു കാരണവശാലും ഇതേപോലെ കാര്യങ്ങൾ ഇടപെടുകയില്ല. 100% ആണ്. അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമല്ല, ഒരിക്കലും സത്യമല്ല. മറ്റൊരു കാര്യം സാന്ദ്ര തോമസ് ഉന്നയിച്ചത്, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്നത് മുഴുവൻ ഗുണ്ടകളാണ്, തനിക്ക് ഇതുവരെയായും നീതി ലഭിച്ചിട്ടില്ല എന്നാണ്. നമ്മളെല്ലാവരും സാറിനെ പോലുള്ള ആളുകൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്.
അപ്പോൾ ഈ സാം തോമസിന്റെ അഭിപ്രായത്തെ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്ത് ഗുണ്ടകളാണ് എന്ന് പറയുന്ന അഭിപ്രായത്തെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? ഞാൻ അതിനോട് യോജിക്കുന്നില്ല, ഒരിക്കലും ഞാനത് യോജിക്കുന്നില്ല. അങ്ങനെ അങ്ങനെ ഗുണ്ടകളൊന്നും മലയാള സിനിമയിലില്ല. അത് പിന്നെ സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഗുണ്ടകളുടെ ഗുണ്ടയാണ് ഞാൻ. അത് സിനിമയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ വളരെ, കാരണം അങ്ങനെ ഒരു ഗുണ്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മലയാള സിനിമയ്ക്കകത്ത്. ഏത് സംഘടനയിലും അങ്ങനെ ഒരു ഗുണ്ട ഇല്ല. ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലോ ഒരു ഡയറക്ടേഴ്സ് അസോസിയേഷനിലോ അങ്ങനെ ഒരു ഗുണ്ട ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാൻ പോണില്ല. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് ലിസ്റ്റിൻ സ്റ്റീഫൻ വട്ടിപ്പലിശക്കാരനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല, മറ്റ് അതുപോലത്തെ പ്രൊഡ്യൂസേഴ്സ് ഒരു പവർ ഗ്രൂപ്പായി നിൽക്കുന്നെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. എനിക്ക് ആ ഒരു മേഖല അറിയില്ല. ഈ ഞാൻ എൻ്റെ മേഖല അമ്മയാണ് എൻ്റെ സംഘടന. അപ്പൊ അതിനെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് അതിന്റെ വെൽഫെയർ നോക്കാനല്ലാതെ എനിക്ക് മറ്റുള്ളതിലേക്ക് പോകാനുള്ള സമയം ഇപ്പൊ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നതാണ്. അപ്പൊ എനിക്ക് അതിന് കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റില്ല. നമ്മൾ വീണ്ടും ഇലക്ഷനിലേക്ക് വരുമ്പോൾ ബാബുരാജിന്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. മാലാപാർവതി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പൊ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിൽ ബാബുരാജാണ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. താങ്കൾ അതിനെങ്ങനെയാ നോക്കിക്കാണുന്നത്? കാരണം രണ്ടുപേരും അത് നമ്മൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റൂ? എന്ത് അടിസ്ഥാനത്തിലാണ് പറയാൻ പറ്റുന്നത്? നമുക്ക് അങ്ങനെ ബാബുരാജ് അങ്ങനെ ചെയ്യും എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇതിനെല്ലാം കാരണം ബാബുരാജ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഐ ഡോണ്ട് നോ. എനിക്ക് അറിയാത്തൊരു കാര്യം അങ്ങനെയാണെന്ന് പറയാൻ പറ്റും? അത് അല്ല എന്നുള്ള ഒരു കാലത്ത് അതല്ല എന്ന് പറഞ്ഞാൽ, ഒരു തെളിവ് സഹിതം അങ്ങനെ അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാക്ക് എവിടെ പോയി? നമ്മളപ്പോ വേദനിക്കില്ലേ? ഓ, ഞാൻ ആവശ്യമില്ലാത്ത അയാൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഇതിനകത്ത് പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയില്ല. നമുക്കറിയാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കരുത്. അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിട്ട് അതിന് പൂർണ്ണമായ തെളിവുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോഴൊന്നും ആ തെളിവ് കിട്ടാറായിട്ടില്ല. അത് ഈ അമ്മയുടെ കമ്മിറ്റി നിലവിൽ വന്ന് അത് അന്വേഷിച്ച് അതിന്റെ എക്സ്പേർട്സിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ, ഇറ്റ് വിൽ ടേക്ക് ടൈം. 2-3 മാസം വരെ ഇതിന് വേണ്ടി വരും. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ആരാണെന്നുള്ളത് കണ്ടെത്താം. അപ്പൊ അങ്ങനെ ഒരു എവിഡൻസോട് കൂടിയിട്ട് അവർ ചെയ്തുവെങ്കിൽ അവരുടെ പേരിൽ നമ്മൾ നടപടിയെടുക്കും. അപ്പൊ അതിനു മുമ്പ് തന്നെ ഇതിന്റെ പിന്നിൽ ഇയാളാണെന്ന് പറയുന്നത്, അതിൽ ഞാൻ യോജിക്കുന്നില്ല. കുറച്ച് വിഭാഗം ആളുകൾ സാറിനെ കുറിച്ച് പറയുന്നത്, എന്താണ് ഇപ്പൊ ദേവന് സിനിമയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഇപ്പൊ അമ്മയിലൊക്കെ മത്സരിക്കാൻ പോകുന്നത്? രാഷ്ട്രീയവും പോരെ, സിനിമയിൽ ഇനി ഇപ്പൊ അമ്മയുടെ സംഘടനാ തലപ്പത്ത് കൂടെ വരണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്കുള്ളൊരു മറുപടി എന്താ? സിനിമ ഇല്ലാത്തതുകൊണ്ട് തന്നെ വിചാരിച്ചോട്ടെ, കാര്യം കഴിഞ്ഞില്ലേ? അല്ലേ? എനിക്ക് സിനിമയില്ല, അതല്ല സത്യം. പക്ഷെ സിനിമയില്ലാത്തത് മലയാളത്തിലാണ്. ഞാൻ മലയാള സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. 96 മുതൽ ഞാൻ തെലുങ്കിൽ അഭിനയിച്ചു തുടങ്ങിയത്. ഐ എം ഹാപ്പി ദർ ഈവൻ നൗ. അന്നത്തെ പോയിട്ട് അത്ര തിരക്കില്ല. പക്ഷെ എന്നാലും എനിക്ക് ജീവിച്ചു പോകാനുള്ള പടങ്ങൾ 1-2 പടങ്ങൾ ഇങ്ങനെ കിട്ടും. ദാറ്റ്സ് ഓൾ. അതല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അതല്ലാതെ എനിക്ക് അങ്ങനെ എനിക്ക് വേറെ യാതൊരു പടങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയിൽ ഈ അധ്യക്ഷന്റെ വേഷം കിട്ടി വന്നതല്ല. അങ്ങനെയല്ല. അത് അവരുടേതായ ചില കാര്യങ്ങളാണ്. അത് പോരെ എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല എനിക്ക്. ഇല്ല. ഇപ്പൊ അമ്മയുടെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, ചെയ്യാൻ പോകുന്ന 5 കാര്യങ്ങൾ. ആദ്യം തന്നെ എനിക്ക് ഫണ്ട് എങ്ങനെ സ്വരൂപിക്കണം, അതാണ് ഫസ്റ്റ് അജണ്ട. രണ്ടാമത് ഒരു ശുദ്ധികലശം വേണം. കാരണം ഇവിടെ ഉള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറഞ്ഞു നിൽക്കുന്ന കുറച്ച് ആൾക്കാർ വെച്ചിട്ടാണ് ഈ അശുദ്ധി ഉണ്ടായി. നമ്മുടെ അമ്മയിൽ ഒരു അശുദ്ധി ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വലിയൊരു ശുദ്ധി കലശം നടത്തി ആ ശുദ്ധി മാറ്റണം. മാറ്റി കഴിഞ്ഞിട്ട് ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. ഒരുപാട് പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഒരു മൂന്നാമത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ അമ്മയുടെ ഫണ്ടൊക്കെ കിട്ടിയിരുന്നത് TV ചാനൽസിന്റെ ഈ ഷോസിൽ നിന്ന്. ഇപ്പം അതിന്റെ കാലം മാറി. ഇപ്പൊ TV ചാനൽസിന് താല്പര്യമില്ലാണ്ടായി. കാരണം അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല. ഈ സ്റ്റാറുകളുടെ ഷോന് ആരും പോകുന്നില്ല. അത് പോയി. അപ്പൊ അതുകൊണ്ട് ആ ഒരു വലിയൊരു ഓപ്പണിംഗ് ക്ലോസ് ആയി, ഫണ്ട് കിട്ടാനുള്ളത്. അതെങ്ങനെ ഫണ്ട് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ. അപ്പൊ ഞാനിപ്പോ അത് എന്റെ ലൈഫ് ഇപ്പൊ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ, അങ്ങനെ നമുക്ക് എങ്ങനെ ഫണ്ട് എടുക്കാൻ പറ്റുന്നത്, അതിനൊക്കെ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ അമ്മ ഒരു സോഷ്യൽ
ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. അതെ. അപ്പോൾ ഈ സോഷ്യൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ കൂടുതൽ ചാരിറ്റിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന ഇത്ര ശതമാനം ചാരിറ്റി ചെയ്യുന്ന ഏതാണ്ട് 90% ഈ ഫണ്ട് പോകുന്നത് ചാരിറ്റീസിനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സെൻട്രൽ ഗവൺമെന്റിന് ഈ GST വേവ് ചെയ്ത് കളയാം. പ്ലസ് ഈ ഇൻകം ടാക്സിന്റെ കാര്യങ്ങളിൽ ഒരുപാട് റിബേറ്റ് നമുക്ക് കിട്ടും. പിന്നെ ഒന്നുള്ളത് ഈ സെൻട്രൽ ഗവൺമെന്റ് ഗ്രാൻഡ് ഉണ്ട്, ഇതിനൊക്കെ ഗ്രാൻഡ് ഉണ്ട്. പക്ഷെ അമ്മയിലത്തെ ആരും ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആലോചിച്ച് കണ്ടുപിടിച്ചതാണ്, ഒരുപാട് സോഴ്സസ് നമുക്കുണ്ട്. പിന്നെ അഞ്ചാമത്തേതെന്ന് വെച്ചാൽ നമുക്ക് ഈ CSR ഫണ്ട് കിട്ടും. ഒരു ചാരിറ്റബിൾ 90% നിങ്ങളുടെ ഇൻകം മുഴുവനും ചാരിറ്റീസ് കൊണ്ട് പോകുന്നതാണെങ്കിൽ വലിയ വലിയ CSR ഉണ്ട്. കമ്പനി ഉണ്ടല്ലോ, ഈ കമ്പനികൾ, വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് CSR ഉണ്ട്. അത് അവരുടെ പ്രോഫിറ്റിന്റെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ചാരിറ്റീസിന് കൊടുക്കുന്ന പറയാം. അത് നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാം. കാരണം നമുക്ക് അവരുടെ മുമ്പിൽ ഈ ഒരു പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫണ്ട് കിട്ടാനില്ല, ഇത് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സഹായം വേണ്ടി വരും. ഇത് ചോദിക്കാൻ മടിച്ചിട്ടാണ് ആരും പോവാത്തത്. എനിക്കത് ചോദിക്കാൻ മടിയില്ല, കാരണം നമ്മൾ അർഹരാണ്. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് സാരി വാങ്ങാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്, അല്ലെങ്കിൽ റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നത് എൻ്റെ സംഘടനയെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് പറഞ്ഞത്. അത് ഞാൻ പ്രൗഡ് ഓഫ് ഇറ്റ്. അപ്പോൾ ആ സിൻസിയറിറ്റി, ഓണസ്റ്റി വെച്ചിട്ട് ഞാൻ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി, കോർപ്പറേറ്റ് കമ്പനിയിൽ പോയിട്ട് ഞാൻ ഇത്ര കാര്യം ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്ര രൂപ വേണം മാസം, വേറെ വഴിയില്ല. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ CSR ഡൊണേറ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ പല ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഐ കാൻറ്റ് ഗീവ് ഇറ്റ് ടു അസ്. അപ്പൊ അവർ പറയും ശരി അങ്ങനെയാണോ. അപ്പൊ ഇതേവരെ പറഞ്ഞ് അന്വേഷിച്ചിട്ടില്ല. അത് പോയി പറയാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര ശതമാനം ഉണ്ട് കോൺഫിഡൻസ്, വിജയിക്കുന്നതിന്റെ ഒരു കോൺഫിഡൻസ്? 100% ഉണ്ട്. വിജയിച്ചു വരും. തീർച്ചയായിട്ടും സംശയമൊന്നും വേണ്ട.